നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ എന്നോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ. നമസ്കാരം മാഡം. നമസ്കാരം. പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? ഇന്ന് തുടക്കം കുറിച്ചതേ ഉള്ളൂ എങ്കിലും ഞങ്ങളോടൊപ്പം നടന്നു പോകുമ്പോഴും അതുപോലെ തന്നെ ഈ അനൗൺസ്മെന്റ് കേട്ടും റോഡിന്റെ രണ്ട് സൈഡിലും വന്ന് നിന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മുഖത്ത് കണ്ട ഒരു ആശ്വാസത്തിൻ്റെതായ ഒരു സന്തോഷം, അതൊരു സൂചനയാണ്. ഞാൻ അങ്ങനെയുള്ള ചില സൂചനകളിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എൻ്റെ കഴിഞ്ഞ 10-45 വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ അങ്ങനെ വിശ്വസിക്കാനും അത് സത്യസന്ധമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ റോഡിന് ഇരുവശവും നിന്നവരൊരു പ്രതീക്ഷ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ആ ജയിക്കാൻ വേണ്ടി എന്നുള്ള കാര്യത്തിൽ കുറെ കൂടി നമുക്ക് ഒരു ഊർജം തരുന്ന ഒരു കാഴ്ചയാണ്. ഇത് ചുരുങ്ങിയ സമയമാണ്, കുറഞ്ഞ സമയമുള്ള, പക്ഷേ ആദ്യ സൂചന എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. വയനാടിനെ വികസനം സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് നമുക്കറിയാം. വയനാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതുപോലെ ഒരുപാട് ബാക്ക്വേർഡാണ്. ചുരം ബദൽ റോഡില്ല, റെയിൽവേ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് രാത്രി യാത്രാ നിരോധനമാണ്. അറിയാലോ, കർണാടകയിലേക്ക് ഉള്ള രാത്രി യാത്രാ നിരോധനം, വന്യമൃഗശല്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് വന്യമൃഗശല്യം. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് വയനാടിനെ സംബന്ധിച്ച്? ഇത് ആദ്യം ഇത് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു 10-35 വർഷങ്ങൾക്ക് മുന്നേ ഒരുപക്ഷെ ഈ വയനാട്ടിൻ്റെ ഞാൻ പോകാത്ത പഞ്ചായത്തുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എല്ലാ ഇടങ്ങളിലും മുക്കിലും മൂലയിലും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു വ്യത്യാസമേ ഉള്ളൂ, അന്ന് ഞാൻ ആനി തോമസ് ആയിരുന്നു, ആനി രാജയായിരുന്നു. ആ വയനാടും അതിനുശേഷം ഞാൻ പലപ്പോഴായി ഇവിടെ സംഘടനയുടെ പരിപാടികൾക്കും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ തവണ വരുമ്പോഴും വയനാട് അന്ന് 35 കൊല്ലം മുമ്പ് കണ്ട വയനാടല്ല. അപ്പൊ വികസനമുണ്ട്. പക്ഷേ ചില ഈ ജില്ലയുടെ ഈ മണ്ഡലത്തിന്റെ എന്താണ് ഭൂമിശാസ്ത്രവും അതൊക്കെ വെച്ച് അതിൻ്റെതായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ ഇപ്പം സയൻസ് വികസിക്കുകയാണ്, ലോകം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ ഇനിയും മറ്റ് ജില്ലകളോടൊപ്പം എത്താൻ എന്ത് ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ഇരുന്ന് ആലോചിക്കേണ്ട തീർച്ചയായും കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടതാണ്. രണ്ടാമത്തെ പാർട്ട് എന്താണ് ചോദിച്ചത്? നമ്മുടെ ഈ ഒരു വിഷയങ്ങൾ, അതായത് രാത്രി യാത്രയെ സംബന്ധിച്ച് ഇവിടെ നമുക്കൊരു നിലപാടുണ്ട്. അതെന്ന് പറഞ്ഞാൽ രാത്രി യാത്രാ നിരോധനം അത് നീക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ നീക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുകൊണ്ട് രാത്രി യാത്ര നിരോധനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ആ വിഷയം അഡ്രസ് ചെയ്യണം. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പൊടിക്കൈ പ്രയോഗം, തൊലിപ്പുറത്തെ ചികിത്സ അല്ല വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ ഇപ്പൊ സമീപ ജീവനുകൾ പൊലിയുന്നത് ഞാൻ കണ്ടാണ്. ഞാൻ വരുന്നത് ആറളം പഞ്ചായത്തിൽ നിന്നാണ്. ആ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ 12 മനുഷ്യരെ ആന ചവിട്ടിക്കൊന്നെടുത്തതെന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വേദന അറിയാം, അതിൻ്റെ പ്രയാസമറിയാം. അങ്ങനെയൊന്നും ഇങ്ങനത്തെ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സ്, അതിൻ്റെ ഭയം, ഇതൊക്കെ അതുപോലെ തന്നെ ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ ഒരുപക്ഷെ ചിലപ്പോൾ അവർ ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായും വയനാട്ടിൽ സംഭവിച്ചതൊക്കെ ആ വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് കുടുംബം പുലർത്തുന്നു. അതാണ് കുടുംബത്തിന്റെ മുന്നിലൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നത്. അതിന് പല വശങ്ങളുമുണ്ട് അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്. ആ നിയമം എത്രമാത്രം നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. ആ നിയമത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അപാകത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ചില നിയമങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടി ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അതിനുവേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് നിങ്ങളുടെ ചാനലിൽ കൂടി ഇവിടുത്തെ നാട്ടുകാരോട്, വോട്ടർമാരായവരും അല്ലാത്തവരും എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ വരുന്നത്, ഞാൻ പറഞ്ഞു, ഒരു പഞ്ചായത്തിലൊരു വാർഡിൽ 12 മനുഷ്യരുടെ ജീവൻ പോലും കണ്ടയാളാണ് ഞാൻ. എൻ്റെ വീടും ഇപ്പോൾ എനിക്കൊരു ചെറിയ സ്ഥലമുണ്ട് ഇവിടെ. എൻ്റെ മാതാപിതാക്കളുടെ പേരാവൂരല്ല, ഇരിട്ടിയിൽ ആറളം പഞ്ചായത്തിൽ തന്നെ വട്ടപ്പറമ്പിൽ
അതിനകത്ത് വരാത്ത വന്യമൃഗങ്ങളൊന്നുമില്ല. ഇപ്പൊ ആന വരാത്തത് നമ്മളവിടെ ഒരു ഫെൻസിങ് എന്ന് പറഞ്ഞ ഒരു ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ശേഷമാണ് ഈ ആന വരാതെ. പക്ഷേ കുരങ്ങ്, മലയണ്ണാൻ, പന്നി, മുള്ളൻ പന്നി, ഇത് പണ്ടൊക്കെ എൻ്റെ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേ നമ്മുടെ ഒരു ആഗ്രഹം, കുറച്ച് നിലമുണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് ജീവിക്കാം. പക്ഷേ ഇപ്പൊ അതിന് പറ്റാത്ത അവസ്ഥയായി. ഇപ്പം മണ്ണുണ്ടെങ്കിൽ ആ മണ്ണിലേക്ക് പണിയെടുക്കുന്നു എന്നല്ലാണ്ട് പണിയെടുത്താൽ നമുക്ക് ഒരു കാച്ചില്, ചേമ്പ്, ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാകുന്ന ഒരു തീർച്ചയായും വയനാടിന്റെ അവസ്ഥ അത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വരുന്ന ഇടവും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിൽക്കുന്ന ഇടവും രണ്ടും രണ്ടല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഒരു വശങ്ങളും അറിയുന്ന ഒരാളെന്ന നിലയിൽ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അതുണ്ടായേ മതിയാകൂ. ഇപ്പോ ഈ വന്യമൃഗങ്ങൾ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പല രാജ്യങ്ങളിലും ഞാൻ മനസ്സിലാക്കിയത്തോളം ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഒരു വർഷത്തിൽ ഒരു 2 മാസം 3 മാസം ആളുകൾക്ക് വേട്ടയാടാനുള്ള അനുമതി കൊടുക്കും. അത് ഈ ഈ വന്യമൃഗങ്ങളുടെ പെറ്റുപെരുകുന്നതിനെ നിയന്ത്രിച്ചു നിർത്തും. അപ്പൊ അങ്ങനെയൊക്കെ പല പ്രായോഗികമായ പല കാര്യങ്ങളുമുണ്ട്. അത് ഒന്ന് ഇവിടുത്തെ പ്രദേശവാസികളോടൊപ്പം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ പ്രായോഗികമായ മറ്റൊരുപാട് നിർദ്ദേശങ്ങളും വരും ഈ വിഷയത്തിന് പരിഹാരം. അതോടൊപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കി അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ. കാരണം അതൊരു ന്യായത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടി ജീവിക്കാനുള്ള അത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നുണ്ട്. അന്തസ്സോടെ ജീവിക്കുന്നതിന്, ആരുടെയും മുന്നിൽ കൈ നീട്ടിയോ അല്ലെങ്കിൽ ചാണകം കഴിച്ചോ ജീവിക്കുന്നതിനല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഏതറ്റവും വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അത് കാരണം ഇത് ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്, ഈ സംസ്ഥാനത്തെ മറ്റൊരുപാട് ജില്ലകളിലെ ജനങ്ങൾക്ക് വേണ്ടി. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വന നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ഈ LDF ഉൾപ്പെടെ തിരുവനന്തപുരത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഒരു വന്യമൃഗശല്യം ആക്രമണം മൂലം മരണം ഉണ്ടായതിനു ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് സന്ദർശിക്കും. അത്തരത്തിൽ LDF ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിനോടൊരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. എങ്ങനെയാണ് മേഡം അതിനെ കാണുന്നത്? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വന നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ അറിയണം. വെറുതെ ഒരു വന നിയമം അങ്ങോട്ട് ഭേദഗതി ചെയ്തു അതൊരു ഏതെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ വനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട അതൊന്നുമല്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ്, പക്ഷെ ആ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണത്. അത് ഇപ്പം ഈ മണിപ്പൂർ എന്തുകൊണ്ടാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്? ഛത്തീസ്ഗഡില് എന്തുകൊണ്ടാണ് നൂറുകണക്കിന് കുടുംബങ്ങളെ, ആയിരക്കണക്കിന് ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്നത്? മധ്യപ്രദേശിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഈ ആളുകളെ ആളുകളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആദിവാസികളെ എന്താണ് അതിന്റെ അജണ്ട? ഇപ്പം മണിപ്പൂരിലെ അജണ്ട കുറെ ഡീപ്പായിട്ട് ഞാൻ സന്ദർശിച്ചതാണ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ആ വനമേഖല വലിയ ധാതു സമ്പത്താൽ വളരെ വളരെ റിച്ചാണ്. അപ്പോൾ ആ പ്രദേശം ഒരു കോർപ്പറേറ്റിന് കൊടുക്കാമെന്ന് ഓൾറെഡി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കണമെങ്കിൽ അത് അത്ര ഈസി അല്ല. അപ്പോൾ ഇത്തരത്തിലൊരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് വയലൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ നിലപാട് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് ഈ കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അതിനോടൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാൻ കാരണം ഇതാണ്. മാഡം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതാനുള്ള ഒരു ശ്രമത്തിന്റെ മുന്നൊരുക്കമാണ് എന്ന് കരുതണം. മുന്നൊരുക്കം എന്നല്ല, ഇപ്പൊ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ആക്കം കൂട്ടുക. ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി പറയുന്നില്ലേ ഈസ് ഓഫ് ഡൂയിങ്. ഇപ്പൊ ആര് വന്നാലും കോർപ്പറേറ്റുകൾ വന്നാൽ ഇവിടെ ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ എല്ലാം ഈസിയാണ്, അല്ലെങ്കിൽ ആ ഓഫീസിൽ പോകണം ഈ ഓഫീസിൽ പോകണം എന്ന് പറയുന്നുണ്ടല്ലോ.
അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ ഈ രാജ്യത്തിൻ്റെ ജലവും ഈ രാജ്യത്തിൻ്റെ മണ്ണും ഈ രാജ്യത്തിൻ്റെ കാടും ഈ രാജ്യത്തിൻ്റെ ആകാശവും ഒക്കെ തന്നെ അവർക്ക് അങ്ങ് കൈയടക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ വനാവകാശ ഭേദഗതി നിയമത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് പരമാവധി എല്ലാ വോട്ടർമാരുടെ അടുത്തേക്കും പോയി ആ വോട്ടർമാരെ ഈ രാജ്യം ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിൽക്കണോ വേണ്ടിയോ എന്നുള്ളതാണ്. ഈ രാജ്യം ഒരു ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വവാദി രാജ്യമാകണമോ എന്നുള്ളതാണ്. അത്തരം ഒരു വലിയ ദശാസന്ധി, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം നിൽക്കുമ്പോൾ ജനങ്ങളെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥികളും പാർട്ടിയും ഇടതുപക്ഷ മുന്നണി നേതാക്കളും അണികളും ഒക്കെ ചേർന്നുകൊണ്ട് അതിൻ്റെ സഹയാത്രികരും ഒക്കെ ചേർന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ട് ആ ഒരു ദുരന്തത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിക്കുക, എന്നിട്ട് വിജയിക്കുക എന്നുള്ളതാണ്. ആ വിജയിക്കുന്നത് ഒരു സീറ്റിൽ ജയിക്കുക എന്നുള്ളതല്ല, ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണത്. ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ടോ, BJP സ്ഥാനാർത്ഥിയുണ്ടോ, അതൊന്നും നമുക്ക് വിഷയമല്ലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആവശ്യം ഞങ്ങൾ മത്സരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ജയിക്കുന്നതിനാണ്. അതിനുവേണ്ടി ജനങ്ങളിൽ അവരോട് അടുത്ത് ചെല്ലണം, അത് ചെല്ലാനുള്ള ഒരു പരിശ്രമം. ഓക്കെ, ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് വയനാട് മണ്ഡലത്തിലെ? അത് ഞാൻ ഇവിടുത്തെ ഒരു വോട്ടർ പോലുമല്ല ഈ മണ്ഡലത്തിലെ. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു അവകാശവുമില്ല. ആ അവകാശമുള്ളത് ഈ മണ്ഡലത്തിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ്, വോട്ടർമാർക്കാണ്. അവരാണ് ഈ 5 വർഷത്തെ അവരുടെ ജനപ്രതിനിധിയായിരുന്ന വ്യക്തി. അപ്പൊ ആ വ്യക്തിയെക്കുറിച്ച് വിലയിരുത്താനുള്ള അവകാശവും അർഹതയും ആ ജനങ്ങൾക്ക്, അത് അവരുടെ അവകാശമാണ്, അത് അവരത് ചെയ്യും. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, രാത്രി യാത്രാ നിരോധനം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വയനാടിന് റെയിൽവേ ഇല്ല, ചുരം ബദൽ റോഡ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ഈ രാത്രി യാത്രാ നിരോധനം നീക്കുമെന്നായിരുന്നു. കാരണം ഈ രാത്രി യാത്രാ നിരോധനം വന്നതിന് ശേഷം വയനാടിന്റെ വികസനത്തെ ഒരുപാട് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കപിൽ സിബലിനെ പോലെയുള്ള പ്രമുഖരായ വക്കീലന്മാരെ വെച്ച് അതിനുള്ള നടപടി സ്വീകരിക്കും. പക്ഷേ ഇപ്പോൾ കേസ് നിലവിൽ സുപ്രീം കോടതിയിലാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള. ഈ അവസ്ഥകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. രാത്രി യാത്രാ നിരോധനത്തിന് എതിരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ രാത്രി യാത്ര ഒന്നിനും പരിഹാരമല്ല. അതിന് എന്തുകൊണ്ട് രാത്രി യാത്രാ നിരോധനം ഒന്നിനും പരിഹാരമല്ല. എന്തുകൊണ്ട് ആ നിരോധനം വരുന്നു എന്നുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കുന്നതിനകത്ത് അപ്പം നമുക്ക് നമ്മുടെ വികസനമോ നമ്മുടെ കാര്യങ്ങളോ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ അത് ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ രാത്രി യാത്ര സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. ഇത് രണ്ടും ഒരുമിച്ച് പോകണം. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ യാത്ര അനുവദിച്ചുകൊണ്ട് പക്ഷെ എന്നാൽ അത് സുരക്ഷിതമായിരിക്കണം. അതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, ഈ രാജ്യത്ത് നടന്ന മുഴുവൻ ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങൾക്കും അതിന്റെ നേതൃനിലയിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. പ്രധാനമായും താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, കാരണം നമ്മൾ TV-യിലായാലും മറ്റ് സമരങ്ങളിലൊക്കെ താങ്കളെ ഡൽഹിയിൽ നിന്നായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും പലരും മലയാളിയല്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ളൊരു മറുപടി കണ്ണൂരുമായുള്ള താങ്കളുടെ ബന്ധം അതുകൂടെ. കണ്ണൂരാണ് ഞാൻ പിറന്നതും വളർന്നതും. എൻ്റെ രാഷ്ട്രീയത്തില് തുടക്കം കുറിച്ചതും ഒക്കെ തന്നെ കണ്ണൂരാണ്. ഇവിടെ ഏതൊരു ഇന്ത്യൻ സ്ത്രീയുടെയും ഒരു ദുരന്തമുണ്ട്, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത്. ഭർത്താവ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായി പോയി, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ഡൽഹിയിൽ എത്തിപ്പെട്ടു. അപ്പൊ ഈ ചെല്ലുന്ന ഇടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണത്. അപ്പൊ അവിടെ നിന്ന് അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അവിടെ
ഏറ്റെടുക്കുക. പിന്നെ നേതൃനിരയിലേക്ക് വരുമ്പോൾ നേതാവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് ഒരു മറ്റ് സംസ്ഥാനങ്ങളിലെയും, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയം പറഞ്ഞാൽ, സ്ത്രീകളുടെ വിഷയം ഡൽഹിയിൽ മാത്രം ഉള്ള വിഷയമല്ല. രാജ്യത്ത് എവിടെ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടായാലും അതിന് പ്രതികരിക്കേണ്ടത് രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുണ്ട്, ഏത് സ്ഥലത്തായിരുന്നാലും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ അങ്ങനെ ഏറ്റെടുക്കുന്നു. കാരണം ഇത് രാജ്യത്തെയും ജനങ്ങളെയും സ്ത്രീകളെയായാലും മനുഷ്യരായാലും എല്ലാവരെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന രീതിയിൽ എന്തായാലും എല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിൽ സമരം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അതിൽ വലിയ സന്തോഷമുണ്ട്. അത് അംഗീകരിക്കുന്ന ഒരു ജനമാണ് ഇവിടെ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൂടെ നിങ്ങൾ നിർത്തുക കൂടെ. അപ്പൊ ഞാനുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. നമുക്ക് ഏതറ്റം വരെ നമുക്ക് ഒരുമിച്ച് പോകാം. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇങ്ങനെ ഇടവേളകളിൽ മനുഷ്യനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക, അല്ലെ മനുഷ്യന്റെ ആഹാരമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക, പട്ടിണിയിൽ ആവുന്ന ഒരു സാഹചര്യം വരിക, അതങ്ങനെ തുടരാൻ അനുവദിക്കാമോ? നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വ്യാപകമായ ഒരു പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഒരു വിഭാഗം. അതായത് വയനാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന വയനാട്ടുകാരായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി മതി എന്നുള്ള ഒരു രീതിയിൽ. എങ്ങനെയാണ് മാഡം ആ ഒരു സംഭവത്തെ, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സംഭവത്തെ കാണുന്നത്? അല്ല, ഞാനത് നേരത്തെ നിങ്ങളുടെ ഒരു ചോദ്യത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്, ഞാൻ 3ാം ക്ലാസ്സിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച ആളാണ്. 3ാം ക്ലാസ്സിൽ തുടങ്ങി ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങിയതാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ആണെന്നോ ഇതുകൊണ്ടല്ല. അന്ന് ഞങ്ങളുടെ അവിടെ പണിയരും കുറിച്ചരും ആ 2 ട്രൈബലുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ വൈകുന്നേരങ്ങളിലും ഒക്കെ കളിക്കുന്നവരാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അവരെൻ്റെ കൂടെ വരുന്നില്ല കളിക്കാൻ. എനിക്ക് സ്കൂളിൽ പോകുന്നത് ഉപ്പാവ് കഴിക്കാനും കളിക്കാനുമാണ്, അല്ലാതെ ഇതെന്തോ വലിയൊരു ദൗത്യമാണ് പഠിക്കുക എന്നുള്ള അതൊന്നുമില്ല. അപ്പോൾ അവരവിടെ ഇല്ലാത്തത് കൊണ്ട്, അതല്ല ഇവരെ എൻ്റെ കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അവരുടെ മൂപ്പന്മാരോടും അവരുടെ അച്ഛനും അമ്മയോടും ഒക്കെ പറഞ്ഞ് ഇവരെ വിടണം. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അന്ന് എനിക്കറിയില്ല അതാണ്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ അതൊന്നല്ല, എൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വിദ്യാഭ്യാസം അവർക്കും വേണം. അല്ല, അതുമല്ല അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഞാൻ, എന്റെ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടി. അവരെന്നോടൊപ്പം സ്കൂളിൽ കളിക്കാൻ വേണം, അതാണ് ആ ഒരു താല്പര്യമാണ്. അതിനപ്പുറത്തേക്കോ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം ഉണ്ടെന്ന് അതൊന്നും അറിയില്ല. 3ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നീട് അങ്ങ് AISF വരികയും AISFന്റെ ജില്ലാ നേതൃനിരയിലേക്ക് വരികയും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ആർളം പഞ്ചായത്തിലെ വട്ടപ്പുറ എന്ന് പറയുന്ന ബാവലിപ്പുഴയുടെ തീരത്ത്, ആർളം ഫാമിന്റെ തൊട്ട്, ബാവലിപ്പുഴ കഴിഞ്ഞ ആർളം ഫാമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഞാൻ പിച്ച വെച്ച് നടന്ന് വളർന്ന ഒരു ഇടമാണത്. എന്നാൽ വയനാട് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി ഒരു മാനം എന്ന് പറഞ്ഞാൽ അതിപ്പം ഞാൻ ആ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് കൂടി വന്നത്. അപ്പം എൻ്റെ ആ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്നതിന് അതിൻ്റെ ഒരു വിശാലമാക്കിയ മണ്ണാണ് ഈ വയനാട് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് ഈ ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ പോയിട്ടുണ്ട്. അത് കേരള മഹിളാ സംഘത്തിന്റെ പ്രവർത്തനത്തിനായിരുന്നാലും ശരി, അവരുടെ ആ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരുന്നാലും ശരി. പക്ഷെ ഒരു വ്യത്യാസം, അന്ന് ഞാൻ ആനി തോമസ് ആണ്, ഇന്ന് ഞാൻ ആനി രാജയാണ്. ഈ മണ്ണും ഇവിടുത്തെ മനുഷ്യരും ഒന്നും എനിക്ക് അന്യമല്ല. ഇവിടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഇവിടെ എൻ്റെ വീടുള്ള സ്ഥലത്തും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയങ്ങൾ അറിയാത്ത ആളല്ല ഞാൻ, വളരെ നന്നായി അറിയുന്ന ആള് തന്നെയാണ്. ആ കാര്യം നിങ്ങളുടെ ചാനൽ വഴിയായി ഞാൻ ഇവിടുത്തെ എല്ലാവരെയും അറിയിക്കാം. തീർച്ചയായും. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ LDF ഇത്തവണ പ്രമുഖരെയാണ് ഇറക്കിയിരിക്കുന്നത് മത്സര രംഗത്ത്. എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നത്തെ ഈ ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസത്തിന്റെ തന്നെ ഏതാണ്ട് 1-2 മണിക്കൂറുകൾക്കകത്ത് എനിക്ക് ലഭിച്ച വൈബ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു വൈബാണ്. കാരണം ജനങ്ങളുടെ മുഖത്ത് ഈ ജനങ്ങൾ ഇങ്ങനെ റാലി ആയിട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചോ പോകുമ്പോൾ അതിൽ അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരു ജനം
മുഖത്ത് കാണുന്ന ഒരു വലിയ ആശ്വാസവും ആ ആശ്വാസത്തിലുള്ള അവരുടെ ഒരു സന്തോഷവും ഒരു പ്രതീക്ഷയും അതൊക്കെ ആ മുഖത്ത് കാണും. ഞാൻ ഒരുപക്ഷെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു അതൊരു വലിയ പോസിറ്റീവ് സംഭവമാണ്. ആ ജനത്തിന്റെ മുഖം നോക്കിയാൽ അവർ കൈ കൊടുക്കുന്നതിനുള്ള അവരുടെ ഒരു രീതി പരിശോധിച്ചാൽ ഒക്കെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്നലെ ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇന്നലെ ഞാൻ ചെന്നൈയിലിരുന്ന് കോഴിക്കോടേക്ക് ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പൊ ഞാൻ ഏറ്റവും മുമ്പിൽ, ചെറിയ ഫ്ലൈറ്റാണ്, ഏറ്റവും മുമ്പിലാണ്. അപ്പോൾ ഏറ്റവും മുമ്പിലുള്ളവർ ഏറ്റവും അവസാനം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം മധ്യഭാഗത്തായിട്ട് ഇവിടെയുള്ള വയനാട്ടുകാരായ രണ്ടാളുകൾ. അപ്പോൾ അവര് എന്നെ ഇടയ്ക്ക് എപ്പോഴോ കണ്ടു. അപ്പൊ അവർക്ക് അവിടുന്ന് ചാടി എന്റെ അടുത്തേക്ക് വരണം എന്നുണ്ട്. പക്ഷെ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞ് അവര് നിർത്തി. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് എന്റെ മുന്നിലുള്ളവരെല്ലാം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തു എനിക്ക് വേണ്ടി ഫ്ലൈറ്റിനകത്ത് തന്നെ. അവർ എന്റെ കൈ പിടിച്ച് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നത്, അതിനുശേഷം ഒരു ചുംബിക്കുന്നത് കയ്യിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് വയനാട് വോട്ടർ. അതിൽ ഒരുപാട് ആ പ്രവൃത്തിയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയാം. അത് മറക്കാൻ പറ്റാത്തതെന്നല്ല ഞാൻ അതിനെ കാണുന്നത്. അതില് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ഇതാണ്. ഞാൻ ഇതേ അനുഭവമാണ് മണിപ്പൂരിലെ ഒരു സ്ത്രീ എന്നെ ഡൽഹിയിൽ നിന്ന് കണ്ടപ്പോൾ അവരെന്നെ വന്ന് കെട്ടിപ്പിടിച്ച്, ആ കെട്ടിപ്പിടുത്തത്തിൽ നമുക്കറിയാം. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചില്ല മണിപ്പൂരിൽ പോകണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത്തരം ചില നമുക്ക് എന്താണ് പറയുക നമ്മുടെ ജീവിതാനുഭവങ്ങൾ, അത് ഈ 2 മണിക്കൂറിൽ ആ 2 ഭാഗത്ത് നിന്ന് ഒരുപാട് മനുഷ്യരുണ്ട്, കുറച്ച് മനുഷ്യരുണ്ട്. പക്ഷെ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ആശ്വാസത്തിൻ്റെതായ ഒരു സന്തോഷം, അതെന്നോട് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ് ഈ മണ്ഡലം. തീർച്ചയായും ഈ ഒരു മണിപ്പൂരിന്റെ വിഷയം പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്ത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത്രയും ദുരന്തങ്ങളും നേരിട്ട് കേട്ടറിഞ്ഞു, അതിനുശേഷം ഇത്തരത്തിലൊരു അനുഭവമാണ് വരുന്നത്. എങ്ങനെയായിരുന്നു അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു? ഇല്ല, അത് ഒരുപാടുണ്ട്, നമുക്ക് വേറെ സംസാരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഇത്തരത്തിൽ അത് ഗവൺമെന്റ് സ്പോൺസേഡ് ആണ്. അതിന്റെ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ റിപ്പോർട്ടായി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അവിടെയുള്ള ഈ മണിപ്പൂരിലെ മലയോര മേഖലയിൽ താമസിക്കുന്നത് ക്രൈസ്തവ ആദിവാസികളാണ്. ഒരുപാട് ഈ അവരുടെ ആ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ അവരുടെ വീടുകൾ ആക്രമിക്കാനും പള്ളികൾ ആക്രമിക്കാനും ചെയ്തു. അത് നടക്കുമ്പോൾ തന്നെ അതേ സെക്കൻഡിൽ ഇന്നർ മണിപ്പൂർ എന്ന് പറഞ്ഞ ഇംഫാൽ താഴ്വരയാണ്, അവിടെയും പള്ളികൾ ആക്രമിക്കുക, സ്കൂളുകൾ ആക്രമിക്കുക, ക്രൈസ്തവരൊക്കെ എതിരായിട്ടുള്ള വലിയ കൊല നടത്തൽ, ഇതൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അവിടെ പോയി ഗവൺമെന്റ് 2 മാസമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഇതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നു. സ്കൂളുകള്, പള്ളികള്, അതുപോലെ തന്നെ എല്ലാം തകർക്കപ്പെടുന്നു. വീട് ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ളപ്പോ അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ പോകാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. അവിടെ പോയി അവിടുത്തെ സത്യാവസ്ഥ നമ്മൾ വെളിയിൽ കൂടി ഇന്ന് സത്യം പറയുക എന്നുള്ളത് ഒരു എന്താ പറയുക റെവല്യൂഷണറി ആക്ടാണ്, ഒരു വിപ്ലവ പ്രവർത്തനമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഫാസിസ്റ്റുകൾ സത്യത്തെ ഭയക്കുന്നവരാണ്. ആ ഫാസിസ്റ്റുകൾ അവരുടെ ഒരേ അജണ്ട ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ അതിന് കൂട്ടുപിടിച്ചിരിക്കുന്ന കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആദിവാസികളെയും ട്രൈബൽസിനെയും ഒക്കെ തന്നെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ സത്യൻ പറഞ്ഞതിന്റെ പേരിലാണ് ദേശദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ എനിക്കെതിരെ UAPAയുടെ ഇതിലൊരു ഡൽഹി റൈറ്റുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അങ്ങനെ അവര് ഭയപ്പെടുന്നു. അപ്പം അവർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ കേസുകൾ ചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാനൊരു സൂചന എടുക്കുന്നു. അപ്പം ഞാൻ ഒരു റൈറ്റ് പാത്തിലാണ് പോകുന്നത്. ഞാനും എൻ്റെ പ്രസ്ഥാനവും ഒരു പ്രസ്ഥാനത്തെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ദേശീയ മഹിളാ ഫെഡറേഷൻ.
ശരിയാണ് എന്നുള്ളൊരു സൂചനയാണ് കേസുകൾ. കേസുകളിലൊന്നും ഭയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞങ്ങളെ EDO IT റെയ്ഡോ ഇതൊന്നും നടത്തിയാൽ ഒന്നും കിട്ടില്ല, കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഭയപ്പെടില്ല. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്, മർദ്ദനങ്ങൾ ഒരുപാട് ഏറ്റതാണ്. അത് പറഞ്ഞാൽ എൻ്റെ മകൾ ഇന്നും അതിന്റെ ദുരന്തം പേറുന്നുണ്ട്. അവൾ ഡൽഹി പോലീസിന്റെ സമരത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇതൊന്നുമല്ല, നമ്മൾക്ക് വേണ്ടിയല്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവർ ഈ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സമൂഹത്തിലെ അവസാന വ്യക്തിയും ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന നാൾ വരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരും. അതിനിടയിൽ എന്താ കേസ് വരും, ലാത്തി ചാർജ് വരും, അതൊക്കെ ഭാഗമാണ്. അതിലൊന്നും അങ്ങനെ ഭയപ്പെട്ട് തിരിഞ്ഞോടുന്ന ആളുകളല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്. ബൽക്കീസ് ബാനുവിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എങ്ങനെയാണ് അതിനെ ഒരു വിലയിരുത്തുന്നത്? അല്ല, ബിൽക്കിസ് ബാനുവിന്റെ കേസ് എന്ന് പറഞ്ഞാൽ 2002 മുതൽ ഞാൻ അവരോടൊപ്പമുള്ള ആളാണ്. അവരുടെ കേസുകളിൽ പല വിധത്തിലും അവരുടെ ജീവൻ ഇന്നും അവരെ എവിടെയൊക്കെയാണ്, ആരും അറിയാതെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്. 6 മാസം ഒരിടത്തിൽ ഇന്നും താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം 2002 ഇങ്ങോട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം എത്രമാത്രം ഭയാനകമായിരുന്നു അവരുടെ. ആ സമയത്തൊക്കെ ഞങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് അഡ്വക്കേറ്റ്സ്, അവരെങ്ങനെ ഈ സാമൂഹിക പ്രവർത്തകർ, അവരെല്ലാം തന്നെ 2000 മുതൽ ഈ സംഭവം മുതൽ, ഗുജറാത്ത് കലാപം മുതൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് ബിൽക്കീസിനോടൊപ്പം. കാരണം ബിൽക്കീസ് ആണ് വളരെ അപൂർവം ചിലരിൽ ഒരാൾ ഇതിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റിന് തയ്യാറായി. അപ്പൊ അതുകൊണ്ട് അവരോടൊപ്പം ഉള്ളതാണ്. ആ ബിൽക്കീസ് കേസിന്, അതായത് ബിൽക്കീസിന്റെ ഈ കുറ്റവാളികൾ എന്ത് കുറ്റവാളികളെന്ന് ആലോചിച്ച് നോക്കിയേ. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന അത്രയും സ്ത്രീകളെ, 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന ബിൽക്കീസിനെ കൂട്ടബലാത്സംഗം ചെയ്യുക, എന്നിട്ട് ആ കുഞ്ഞ് മരണപ്പെടുക. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഒരു ക്രൂരത എന്നുള്ളതിന് നമുക്ക് നിർവചനങ്ങളില്ല. തീർച്ചയായും അതെ. അങ്ങനെയുള്ള ഈ കൊടും കുറ്റവാളികളെ ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യം, ഇന്ത്യ മുഴുവനും, ഒരുപക്ഷെ ലോകത്തിൽ എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ആഘോഷിക്കുകയാണ് 75ാമത് സ്വാതന്ത്ര്യ ദിനം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അതേ സമയത്താണ് ഈ കൊടും കുറ്റവാളികളെ റെമിഷനിലൂടെ അവരെ ജയിലിൽ നിന്ന് പുറത്തു വിടുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട, ആരും ഒരുപാട് ചർച്ച ചെയ്യാതെ പോയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒന്ന് നടന്നതിലൂടെ ഈ രാജ്യത്ത് ഒരുപാട് സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് നിയമങ്ങളെല്ലാം. അല്ല, അതിന് നടന്നു കഴിഞ്ഞാൽ അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ഈ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാതായ ദിവസമാണ്. കാരണം ഒരു ഗവൺമെന്റ് തീരുമാനിക്കാണ്, അതുകൊണ്ട് നിയമത്തിനോ അല്ലെങ്കിൽ കുറ്റത്തിനും ശിക്ഷയ്ക്കും ഒന്നും ഒരു നിയമത്തിന് പോലും വിലയില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ഇതിന്റെ ഒരു അനന്തര ഫലം എന്താകുമെന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തെ ആ നിയമങ്ങൾ മുഴുവനും കടലാസിന്റെ വിലയില്ലാതായി. അതോടൊപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, സ്ത്രീകൾക്കെതിരായിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു മനോഭാവം, ക്രിമിനൽ വൽക്കരണം, ഒരു സ്ത്രീകൾക്കെതിരായി സ്ത്രീകൾ പിന്നെ അങ്ങോട്ട് സുരക്ഷിതരല്ല എന്നുള്ളത് കൊണ്ടാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് ഞങ്ങൾ ഈ ഗുജറാത്ത് ഗവൺമെന്റിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്. അതാണ് മെയിൻ കേസായി വന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഞങ്ങൾ എന്തുകൊണ്ട് പോയി എന്നുള്ളതിന്റെ പശ്ചാത്തലം. ഈ രാജ്യത്ത് ഇന്ന് ബിൽക്കീസിന് ഇതൊരവസ്ഥയാണെങ്കിൽ നാളെ ആർക്ക് എവിടെ വേണമെങ്കിലും വരാം. കാരണം ഏതൊരുത്തനെ കുറ്റവാളിയെയും സ്ത്രീയെ ആക്രമിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നതാണ് റെമിഷൻ. അപ്പൊ അതിനെതിരായാണ് ഫലം കണ്ടു. അവരെ വീണ്ടും ഞങ്ങളും ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, അവരെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ. അവർ കൊണ്ടുവന്നു. പക്ഷേ നമുക്കറിയാം അവിടെയും മഹാരാഷ്ട്രയിലും ഈ കേസ് ട്രയൽ നടന്ന മഹാരാഷ്ട്രയിലാണ്. രണ്ടിടത്തുമുള്ളത് ഈ ഫാസിസ്റ്റ് BJP ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഇപ്പം ആദ്യം ഒരാൾക്ക് ഒരു പരോള് ലഭിച്ചു, ഇപ്പം വേറെ ആൾ പരോളിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു മെസ്സേജ് കൊടുക്കാൻ തീർച്ചയായും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു വിജയം അതിനെ കാണുക.
മറ്റൊരു കാര്യം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമുഖരെയാണ് LDF ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാവോ ഇതൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണിത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ നിയമനിർമ്മാണ സഭയിൽ, അതാണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കുക, രാജ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുക എന്നുള്ളത്. നമ്മൾ എന്താ കാണുന്നത്? ഇന്ത്യൻ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തുള്ള മിക്കവാറും എല്ലാ നിയമങ്ങളും, തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ ചവറ്റുകുട്ടയിൽ 44 നിയമങ്ങൾ ചവറ്റുകുട്ടയിലിട്ടാണ് 4 കോഡ്, ലേബർ കോഡ് ഉണ്ടാക്കിയത്. അതിലൂടെ എല്ലാ തൊഴിലാളികൾ അവർക്ക് സംഘടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനോ, സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് തൊഴിൽ മേഖലയിൽ തന്നെ ഡിസപ്പിയർ ആകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുത്തൻ വിദ്യാഭ്യാസ നയം കൊണ്ടുവരിക. എന്താ അത്? അതിലൂടെ വന്ന് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടച്ചരക്കാക്കിയിരിക്കുക. പണമുള്ള മാതാപിതാക്കൾക്ക് ആ വസ്തു വാങ്ങി ഒരു മാലയും കമ്മലും വാങ്ങുന്ന പോലെ, അല്ലെങ്കിൽ സാരിയും ബ്ലൗസും അല്ലെങ്കിൽ ചുരിദാറും ഇതും വാങ്ങിക്കൊടുക്കുന്നത് പോലെ പണമുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് ഏറ്റവും അധികം ബാധിക്കുക സ്ത്രീകളെ. കാരണം സ്ത്രീധനം എന്ന ദുരന്തം നിലനിൽക്കുന്നിടത്തോളം കാലം സ്ത്രീകളെ എഡ്യൂക്കേഷനിൽ നിന്ന് പിൻവലിക്കും. കാരണം വെച്ചാൽ ഇത് ഹിന്ദി പറയും പരായാകർക്കാഹെ, അന്യ വീട്ടിൽ പോകേണ്ടവളാണ്. അവൾക്ക് എന്തിനാണ്? അവൾക്ക് സ്ത്രീധനവും കൊടുത്തു വിടണം. അപ്പൊ പിന്നെ ഇത്ര കൂടുതൽ പണം കൊടുത്ത് പഠനം വാങ്ങി കൊടുക്കേണ്ട കാര്യമില്ല അത് എന്നുള്ള ഒരു. അപ്പൊ അങ്ങനെ വരുമ്പോ പെൺകുട്ടികൾ പുറന്തള്ള. അത് മാത്രമല്ല, ഈ മൈനോറിറ്റീസിന്റെ സ്കോളർഷിപ്പ് അത് നിർത്തലാക്കി. അതിലൂടെ വന്ന മുസ്ലിം പെൺകുട്ടികൾ, ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ അത് ഇടിവാണ്. പാതി വഴിയിൽ വെച്ച് ആ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേർ പഠനം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നത്. കാരണം സ്കോളർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾ, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ജനങ്ങൾക്കെതിരായി കർഷക നിയമം. ഇപ്പം എന്താ പ്രധാനമന്ത്രി പറഞ്ഞു, എനിക്ക് 5 ജാതിയേ ഉള്ളൂ. ഈ രാജ്യത്തെ നിലനിൽക്കുന്ന എന്താണ് ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള ജാതി സമ്പ്രദായമുണ്ട്. അത് ജാതി സമ്പ്രദായത്തിൽ ഊന്നിയാണ് ഹിന്ദു മതത്തിന്റെ നിലനിൽപ്പ്, അത് ഊന്നിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ആ ജാതി സമ്പ്രദായം മൂലം ഈ രാജ്യത്തെ സ്ത്രീകള്, ദളിത്, ആദിവാസികൾ ഇവർക്ക് എത്രമാത്രം വിവേചനം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് മീശ വെക്കാൻ പോലും ഒരു ചെറുപ്പക്കാരന്, ദളിത് ചെറുപ്പക്കാരന് അവകാശമില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അവൻ ദളിതാണ്, അവന് മീശ വെക്കാൻ അധികാരമില്ല, അവകാശമില്ല. ആ രീതി അതാണ് ഈ 76 വർഷത്തിന് ശേഷവും ഇന്ത്യയുടെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ അത്തരത്തിൽ ജാതി വ്യവസ്ഥയ്ക്കുമ്പോഴാണ് പ്രധാനമന്ത്രി പറയുന്നത് എനിക്ക് 5 ജാതിയേ ഉള്ളൂ. അതായത് 1 വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, 1 സ്ത്രീകൾ, 1 കർഷകരെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പറഞ്ഞ് ആ നാവ് വായിക്കകത്ത് ഇടുന്നതിന് മുമ്പ് കർഷകരെ എത്ര പേരായി ഇപ്പൊ കൊല ചെയ്തിരിക്കുന്നത്? യുവ കർഷകർ ഉൾപ്പെടെ ഒരുപാട് പേര് കൊല ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ എന്തൊരു നെറികേടാണ്. പറഞ്ഞ വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ഗവൺമെന്റ്. ഇത്തരത്തിലൊരു ഗവൺമെന്റും അതിന്റെ നയങ്ങളും പോകുമ്പോൾ പാർലമെന്റിലേക്കൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ചർച്ചകൾ. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ, അല്ല ഈ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളിലും എടുത്തുകാട്ടുകയും ചെയ്യും. അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലാണ്. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇത് കേന്ദ്ര വിഷയങ്ങൾ മാത്രമാണ്, സംസ്ഥാന വിഷയങ്ങൾ അങ്ങനെയല്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ ജനങ്ങളെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അവസാനമായി അത് ഇടത് ഗവൺമെന്റിന്റെ എന്താണ് പറഞ്ഞത്, വിലയിരുത്തലാകുമോ എന്നും അതൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയല്ല. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അവസാനമായി വയനാട്ടുകാരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? വയനാട്ടുകാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അതായത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുക,
ഞാൻ എൻ്റെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ 12 മനുഷ്യരെ ആന ചവിട്ടിക്കൊന്നു. തുടക്കത്തിൽ പറഞ്ഞ ആ സംഭവം തന്നെ ഒന്നും കൂടെ പറയുകയാണ്, ആവർത്തിച്ച്. ഞാൻ ആരാണ് എന്ന് ഒന്നുകൂടി നിങ്ങളോട് പറയണം. നിങ്ങൾ അറിയണം, ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയണം നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു ഇടത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഈ മണ്ണാണ് എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് കുറെ കൂടി എൻ്റെ സ്വന്തം ജില്ല കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ. കാരണം പ്രവർത്തിക്കുമ്പോഴാണല്ലോ കൂടുതൽ. അപ്പോൾ തന്ന മണ്ണാണിത്. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, അല്ലെങ്കിൽ 10-35 വർഷത്തിന് മുന്നെയാണ് മഹിളാ ഫെഡറേഷൻ്റെ മഹിളാ പ്രവർത്തക എന്ന നിലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഈ പ്രദേശത്തിൻ്റെ മണ്ണിനെയും മനുഷ്യനെയും അറിയുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ മനുഷ്യൻ്റെ വേദന, ദുഃഖം ഇതൊക്കെ അറിയുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങൾ ഉയർത്തുന്ന നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, അതിൻ്റെ സാമ്പത്തിക ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇത് എല്ലാവരെയും ബാധിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് എല്ലാവരും കാട്ടാന വന്ന കമ്മ്യൂണിസ്റ്റുകാരാരാ നോക്കിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാരാ നോക്കിയിട്ടല്ല ഇതാക്കുന്നത്. അപ്പോൾ പക്ഷെ ഇതിൽ ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, സാധാരണ കർഷകർ എന്നുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അത്തരത്തിലൊരു വ്യത്യാസമില്ലാതെ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും സാധിക്കില്ല. നിങ്ങൾ കൂടെ ഉണ്ടോ? തീർച്ചയായും. എനിക്ക് അത്രമാത്രം മതി. ഞാൻ എന്നാൽ പരിശ്രമത്തിലൂടെ എന്തും ഒന്നുമല്ലേ പാർലമെന്റിൽ എണീറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്റെ ശ്രദ്ധ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉയർത്താൻ പല മാർഗങ്ങളുമുണ്ട്. ഉയർത്താൻ ഉള്ള പൂർണ്ണമായും അതിന് നിങ്ങളോട് ഒപ്പം ഉണ്ടാകുമെന്ന് പറയാനാണ് ഈ നിങ്ങളുടെ ചാനൽ വഴി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ആനി രാജ, എൻ്റെ ചിഹ്നം അരിവാൾ ധാന്യക്കതിർ. ഓക്കെ, വളരെയധികം നന്ദി. സന്തോഷം.